ബാക്കിയുള്ള ജോലിയും കൂടി ഒക്കെ ചെയ്യാൻ ഭയങ്കര വെയില്. ഞാൻ ആ വെയിലത്തുനിന്ന് ഗോതമ്പ് കഴിയിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പഴേ ജോലി അവര് ഞാൻ കുമാരി ചേച്ചി അപ്പുറത്ത് ഇരിക്കല്ലേ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും. ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങളല്ലേ പറഞ്ഞ ഇവിടുത്തെ ചേച്ചിക്ക് അൽഷിമേഷ്യ ഉണ്ട് ജിംനേഷ്യ ഒക്കെ ഉണ്ടെന്ന്. വെറുതെ നിങ്ങൾ വാ തുറന്ന ഉടായ്പിന്റെ ഉസ്താദ് അവർക്ക് ഒത്താശ പറയാൻ നിങ്ങള്. നീ എന്താണ് രാജി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇന്നലെ രാവിലെ അവരെന്റെ അടുത്ത് പറഞ്ഞു രാജി ജോലി തീർന്നിട്ട് നിനക്ക് വീഡിയോ അപ്പൊ മുട്ടക്കറിയും തരാന്ന് പറഞ്ഞു. ഞാൻ തന്നല്ലേ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഭയങ്കര ഒപ്പം വെപ്പാണ്. ഞാൻ അങ്ങനെ ഓടി വന്നു. പെട്ടെന്ന് ജോലി തീർന്നിട്ട് വന്നപ്പോഴത്തേക്ക് അവരങ്ങ് കയറിപ്പോയി. തന്നില്ല. വൈകിട്ട് വന്നപ്പോ പറഞ്ഞ അവര് മറന്നുപോയിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് ഉച്ചയ്ക്ക് ശമ്പളം തന്നു. ഞാൻ കൊടുക്കാനുള്ള പൈസ അങ്ങ് മേടിച്ചു. 1000 രൂപ ഞാൻ മേടിച്ചത് അതങ്ങ് മേടിച്ചു. അതിനൊരു അൽഷിമേഷ്യം ഇല്ല. മറ്റേത് ഇടിയപ്പം മുട്ടക്കറിയും തന്നെ മറന്നുപോയി. അത് പോട്ടെന്നാ. പക്ഷെ അവർക്ക് 8ന്റെ പണി ഞാൻ കൊടുത്തു. അത് നിങ്ങൾ അറിഞ്ഞില്ലേ? 8ന്റെ പണി അവർ ഈ മാസം എനിക്ക് 5-ാം തീയതി ശമ്പളം തന്നു ചേച്ചി. 5-ാം തീയതി തന്നു. ഇന്നലെ എനിക്ക് വീണ്ടും തന്നു. 7-ാം തീയതി ഇന്നലെയും ശമ്പളം തന്നു. ഞാൻ ഒരക്ഷരം അവരെപ്പോഴും തന്ന 1000 രൂപ വീണ്ടും മേടിച്ചു. ഇത്രയും ശമ്പളം കിട്ടിയില്ല. 2000 കിട്ടി. ഞാൻ വിചാരിച്ചു പോട്ട് മിണ്ടില്ല. 8ന്റെ പണി കൊടുത്താ മക്കൾക്ക് 8ന്റെ പണി കിട്ടാതെ നോക്കിക്കോ. ചേച്ചി തരുന്ന പൈസ അപ്പോഴപ്പോഴും കലണ്ടറിൽ എഴുതിയിടും. ഞാൻ ആ കലണ്ടറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെട്ടില്ല. വെട്ട് കെട്ടി നിന്റെ ജോലി വെട്ടാതെ നോക്കിക്കോ. എനിക്കറിയാം.